Hi dears, it's me Adarsh from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ മക്കളെ, നമ്മൾ 4-5 മാർക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പോവാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, കുറച്ചുകൂടി ലെവൽ 3 വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കുറച്ചുകൂടി നിങ്ങൾ ഡീപ്പായിട്ട് നോക്കണ്ട, അതായത് നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യുക, ആഴത്തിൽ പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ജോഗ്രഫിയുടെ 3ാം ചാപ്റ്ററിലാണ്, ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമാഫ്രോസ്റ്റ് അല്ലെ, മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്ന ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയോ, റൈറ്റ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഹ്യൂമൻ ലൈഫ് ഇൻ ദ തുന്ദ്ര റീജിയൻ അല്ലെ, ടണ്ട്ര പ്രദേശത്തെ മനുഷ്യ ജീവിതം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എഴുതുക എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, ഭൂമധ്യരേഖ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലെ പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, നമ്മൾ ചാലഞ്ചസ് നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പൊ ഇതിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, ടണ്ട്ര പ്രദേശമാണ്, ടണ്ട്ര റീജിയനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടണ്ട്ര പ്രദേശം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലേക്ക് വരണം, നല്ല മഞ്ഞ് മൂടിയ ഒരു സ്ഥലം നിങ്ങൾക്ക് മനസ്സിലേക്ക് വരണം. അപ്പോൾ ഉറപ്പായിട്ടും അവിടുത്തെ ആൾക്കാർ എന്തൊക്കെ നേരിടുന്നുണ്ടാവും, നല്ല തണുപ്പൊക്കെ ആയിരിക്കും അല്ലെ, അതൊക്കെ അവർ നേരിടുന്നുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നാൽ ഇത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയുമ്പോൾ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനും ഭൂമധ്യരേഖ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലെ ആളുകൾ നേരിടുന്ന വെല്ലുവിളികളും അതേപോലെ തന്നെ ടണ്ട്ര പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദ്യം ചോദിക്കുക. അപ്പൊ രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒരേ ഇമ്പോർട്ടൻസോടുകൂടെ തന്നെ പഠിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തൊക്കെ എഴുതാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ മൈൻഡിലേക്ക് വരുന്ന കാര്യം തന്നെയാണ്, എക്സ്ട്രീം കോൾഡ് ആണ് അല്ലെ. എന്താണ്, അത്യന്തം തണുപ്പാണ് അവിടെ, നല്ല തണുപ്പാണ്, കൊടും തണുപ്പാണ് അവിടെ. അതായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ, ലോങ് വിന്റേഴ്സ് ആണ്, അതായത് നീണ്ട ശൈത്യകാലമാണ് നമുക്ക് കാണാൻ പറ്റുക. അതൊരു പ്രശ്നമല്ലേ. അപ്പോൾ അവിടെ വേനൽക്കാലം വളരെ ഷോർട്ടാണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും തണുപ്പ് എന്ന കാര്യം മാത്രമാണ് അവിടെ ഏറ്റവും പ്രധാനം. കൊടും തണുപ്പായിരിക്കും അവിടെ ഉണ്ടാവുക. വേനൽക്കാലത്ത് പോലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, എത്ര ഉണ്ടാവുക, 0 ഡിഗ്രീന്റെ ആ ഒരു ലെവലിലാണ് എന്ത് ചെയ്യുക അവിടുത്തെ വേനൽക്കാലം എന്ന് പറയുന്നത്. കുറച്ച് ആഴ്ചകൾ മാത്രമേ 0 ഡിഗ്രി കുറച്ച് മുന്നോട്ടേക്ക് പോകാറുള്ളൂ, പോസിറ്റീവിലേക്ക് പോകാറുള്ളൂ അല്ലെ. അല്ലാത്ത സമയത്തൊക്കെ എന്താണ്, അവിടെ മൈനസ് ആണ്. ഡിഗ്രി നോക്കുകയാണെങ്കിൽ എന്താണ്, മൈനസ് ആണ്, ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരിക. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എക്സ്ട്രീം കോൾഡ് ആയിരിക്കും, കൊടും തണുപ്പായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ലോങ് വിന്റർ ആണ്, ദീർഘകാലമായിട്ടുള്ള ശൈത്യകാലമാണ് ഉണ്ടാവുക. ഓക്കെ, ദീർഘമായ ശൈത്യകാലം ഉണ്ടാവുക. പിന്നെന്താ, ലാക്ക് ഓഫ് വെജിറ്റേഷൻ, അഗ്രികൾച്ചർ ഡിഫിക്കൽട്ട് അല്ലെ. അവിടെ എന്താണ്, സസ്യവർഗ്ഗങ്ങളൊക്കെ കുറവാണ്. ഇപ്പൊ നാച്ചുറൽ വെജിറ്റേഷന്റെ ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്നാൽ ലൈക്കൺസ് അല്ലെ, ചെറിയ ചെറിയ പായലുകൾ, ഇതൊക്കെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അല്ലാതെ ബുഷസ്, ഇങ്ങനത്തെ ചെറിയ ചെറിയ വെജിറ്റേഷൻ മാത്രമേ നമുക്കവിടെ കാണാൻ പറ്റൂ. അത് എല്ലാ പ്രദേശത്തും ഇല്ലതാണ്. മഞ്ഞെന്ന് പറഞ്ഞാൽ അത്രയും കട്ടിയിൽ മഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ, മാത്രമല്ല പെർമാഫ്രോസ്റ്റ്, ഈ ഐസ് പാളികൾ എന്ന് പറയുന്നത് വേരിനെ അങ്ങനെ ആഴത്തിലേക്ക് കടത്തിവിടാത്ത സാധനമാണ്. അപ്പോൾ ഒരിക്കലും മരങ്ങളൊന്നും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. പിന്നെ കൃഷിക്ക് പറ്റിയ സ്ഥലമല്ല, ഫുള്ള് മഞ്ഞ് പുതഞ്ഞ് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ എന്തല്ല, അഗ്രികൾച്ചറിന് അത്ര സെറ്റായിട്ടുള്ള സ്ഥലമല്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പൊ അതും വലിയ ഡിഫിക്കൽട്ടാണ്. കാരണം മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും മനുഷ്യർ കൂടെ കൊണ്ടുനടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃഷിയാണ് അല്ലെ. ഒരു കാലം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും മനുഷ്യർ കൂടെ കൊണ്ടുനടക്കുന്ന എന്താണ്, കൃഷിയാണ്. ഒരു കാലം കഴിഞ്ഞതിന് ശേഷം, അതാണ് അങ്ങനെ പറയുന്നത്. ഒരു കാലം മുമ്പ് എന്തായിരുന്നു, നമ്മൾ ഹണ്ടിങ് ഗാദറിംഗ് ഒക്കെ മാത്രമായിരുന്നു. പക്ഷെ അതിന് ശേഷം വരുന്നൊക്കെ എന്താണ്, നമ്മൾ കൃഷി എപ്പോഴും ഏതൊരു സിവിലൈസേഷന്റെ കൂടെ എന്തുണ്ടാവും, ഒരു കൃഷി, അഗ്രികൾച്ചർ എന്ന് പറയുന്ന കാര്യം എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതില്ല എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വെല്ലുവിളിയാണ് അല്ലെ, അത് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വെല്ലുവിളിയാണ്. അവരതിനെ അതിജീവിക്കുന്ന എങ്ങനെ തന്നെയാണ്, അവിടെ ഹണ്ടിങ്ങും ഗാദറിങ്ങും ചെയ്തിട്ടാണ്, വേട്ടയാട് ഒക്കെ തന്നെ, ഫിഷിങ്, മത്സ്യബന്ധനമൊക്കെ നടത്തിയിട്ട് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, അതിനെ, ആ കൃഷിയെ അവരെന്ത് ചെയ്യുന്നത്, അതിജീവിക്കുന്നതിനുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെന്താ, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം. തീർച്ചയായും നമ്മൾ ഭൂമധ്യരേഖ പ്രദേശത്ത് പഠിച്ച സമയത്തും ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ പഠിച്ച സമയത്തും നമ്മൾ ഇത് ചർച്ച ചെയ്തതാണ് അല്ലെ. എന്താണ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ട്. കാരണം അവിടെ മഞ്ഞാണ്, മഞ്ഞിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലെ. മഞ്ഞിലൂടെ അങ്ങനെ സഞ്ചരിക്കുക എന്ന് പറയാൻ എളുപ്പമുള്ള കാര്യമല്ല. അവരാകെ യൂസ് ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത് സ്ലെഡ്ജുകളായിരുന്നു അല്ലെ. അപ്പോൾ ഈ ഡോഗ്സിനൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സ്ലെഡ്ജുകൾ, ഇങ്ങനെ ഊരിപ്പോകുന്ന അല്ലെ, ഇങ്ങനെ സ്ലിപ്പായി പോകുന്ന ഒരു തരത്തിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയാണ് സ്ലെഡ്ജ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. സ്ലെഡ്ജാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവിടെ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളത് ഓർത്ത് വെക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് കയാക്കുകൾ ഉണ്ടായിരുന്നു. കയാക്കുകൾ പിന്നീട് സ്പീഡ് ബോട്ടായിട്ട് മാറുന്നുണ്ട്. അത് അവർ ട്രാൻസ്പോർട്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്തത്, അവർ ഫിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മൈൻഡിലേക്ക് വെക്കണം. പിന്നെന്താ, ഗ്ലോബൽ വാർമിംഗ്, മെൽറ്റിംഗ്, പെർമാഫ്രോസ്റ്റ്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർ നേരിടുന്നത്. അതായത് ആഗോള താപനത്തെ തുടർന്നിട്ട് അവിടുത്തെ ഐസ് പാളികളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മെൽറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അവിടെ ഉരുകുന്നുണ്ട് എന്നുള്ളതും വലിയ പ്രശ്നമുള്ള കാര്യമാണ്. കാരണം അവിടുത്തെ ആവാസ വ്യവസ്ഥ, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ്, സത്യത്തിൽ അവിടുത്തെ ഐസ് പാളികളൊക്കെ തന്നെയാണ്. അതിനെന്തെങ്കിലും പറ്റുക എന്ന് പറയുമ്പോൾ അവിടുത്തെ മൊത്തത്തിലുള്ള ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യരുടെ എല്ലാവരുടെയും ജീവിത രീതി എന്ത് പറ്റും, വലിയ പ്രശ്നത്തിലേക്ക്
വഴിമാറും എന്നുള്ളതാണ്. മാത്രമല്ല അത് ലോകത്ത് തന്നെ ബാധിക്കും അല്ലേ. നമ്മൾ മാലിദ്വീപിന്റെ ഒക്കെ ഒരു കേസ് സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബാധിക്കും. അങ്ങനെയുള്ള പല വെല്ലുവിളികളും ഈ കാലാവസ്ഥ മാറ്റം കൊണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. ആ വെല്ലുവിളികളും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇക്വറ്റോറിയൽ ഫോറസ്റ്റ് ആർ ദ ട്രഷർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി സബ്സ്റ്റാഷിയേറ്റ് അല്ലെ. ഭൂമധ്യരേഖ മഴക്കാടുകൾ ജൈവ വൈവിധ്യത്തിന്റെ നിധിയാണ്. വിശദീകരിക്കുക. ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? ഈ സസ്യങ്ങളെ കുറിച്ച്, അവിടുത്തെ ഇടതൂർന്ന സസ്യങ്ങളെ കുറിച്ച്, എങ്ങനെയാണ് അവിടെ ഇങ്ങനെ ഉണ്ടാവുന്നത്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. അതിന്റെ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റിയൊരു സാധനമാണ്. അതായത് ഭൂമധ്യരേഖ മഴക്കാടുകൾ ഭയങ്കരമായിട്ട് ബയോഡൈവേഴ്സിറ്റിന്റെ ഒരു കേന്ദ്രമാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ജൈവ വൈവിധ്യത്തിന്റെ കേന്ദ്രമാണ് എന്നൊക്കെ പറയാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. അവിടെ നല്ലപോലെ വെയിലും നല്ലപോലെ മഴയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള എന്തുണ്ട്, സസ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. വെജിറ്റേഷൻ കുറേ നമുക്ക് കാണാൻ പറ്റും. അതും പല സ്പീഷീസിലുള്ള വെജിറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മലേഷ്യ തന്നെ ഏകദേശം 200-ലധികം സ്പീഷീസുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേറെ സ്പീഷീസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് നമ്മുടെ ഇക്വറ്റോറിയൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അവിടെ എന്തുണ്ട്, എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്, നിത്യഹരിത വനങ്ങളാണ്. വർഷം മുഴുവൻ ഇങ്ങനെ ഡെൻസ് ആയിട്ട് കിടക്കും അല്ലെ, ഡെൻസ്ലി ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവൻ ഇടതൂർന്ന് വളരുന്ന തരത്തിലുള്ള സസ്യങ്ങളെ നമുക്ക് കാണാൻ പറ്റുക. വൃക്ഷങ്ങളുടെ വൈവിധ്യം ഉണ്ട്. എംബണി, മഹാഗണി, ഓർക്കിഡ്, ഇതുപോലത്തെ ചെടികൾ, നാച്ചുറൽ വെജിറ്റേഷൻസ് കുറേ അധികം വിവിധ തരത്തിലുള്ള വിവിധ സ്പീഷീസിൽപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ റിച്ച് ആനിമൽ ലൈഫ് ഉണ്ട്. നമ്മൾ ടൻഡ്ര റീജിയനിൽ ഇത്രത്തോളം ഡൈവേഴ്സ് ആയിട്ടുള്ള സാധനങ്ങളില്ല. പക്ഷെ ഭൂമധ്യരേഖ പ്രദേശത്ത് കുറേ അധികം ജീവജാലങ്ങളുണ്ട് അല്ലെ. സമൃദ്ധമായ മൃഗ ജീവജാലങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. കുരങ്ങ്, പാമ്പ്, പുലി, തത്ത, നമ്മൾ പഠിച്ച കുറേ സാധനങ്ങൾ അല്ലെ, ഒറാങ്ങൂട്ടാൻ വരെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അർബോറിയൽ ആനിമൽസിനെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അർബോറിയൽ മൃഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, പിന്നെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഏകദേശം വലിയൊരു ശതമാനത്തോളം എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഈ കാടുകളിൽ നിന്നാണ്, ഈ എവർഗ്രീൻ ഫോറസ്റ്റ് നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് വലിയൊരു കാര്യമല്ലേ. ഓക്കെ, അതും ഒരു വലിയ കാര്യമാണ്. അതിനാൽ ലോകത്തിന്റെ ജൈവവിധ്യം സംരക്ഷിക്കുന്ന ഒരു നിധിയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും അല്ലെ. ദെൻ കൺസേർവ് വേൾഡ് ബയോഡൈവേഴ്സിറ്റി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ കമ്പാരിറ്റീവ് ടേബിൾ ഷോയിങ് ദ ഡിഫറൻസ് ഇൻ ഹ്യൂമൻ ലൈഫ് ബിറ്റ്വീൻ ഇക്വറ്റോറിയൽ ഫോറസ്റ്റ് ആൻഡ് ദ ടൻഡ്ര റീജിയൻ. അതായത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലെ ജനങ്ങളുടെയും ജീവിത രീതിയും അതുപോലെ തന്നെ ടൻഡ്ര പ്രദേശത്തെ ജീവിത രീതിയും തമ്മിൽ എന്ത് ചെയ്യുക, താരതമ്യം ചെയ്ത് ഒരു ടേബിളിലാക്കി മാറ്റുക എന്നുള്ളതാണ് പറഞ്ഞത് അല്ലെ. ഭൂമധ്യരേഖ മഴക്കാടുകൾ ടൻഡ്ര പ്രദേശത്ത് മനുഷ്യ ജീവിതത്തിലുള്ള വ്യത്യാസങ്ങൾ കാണിക്കുന്ന ഒരു താരതമ്യ പട്ടിക തയ്യാറാക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അതായത് ഇക്വറ്റോറിയൽ ഫോറസ്റ്റ് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ടൻഡ്ര റീജിയൻ ഇവിടെ ഉണ്ട്. നമുക്ക് രണ്ടും കാണാൻ പറ്റും. അവിടെ നോക്കുക, ഒന്നാമത്തേൽ എന്തായിരിക്കും, നല്ല ചൂട് ഈർപ്പൊക്കെ ഉള്ള സ്ഥലല്ലേ, ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അതേ സമയത്ത് ടൻഡ്ര റീജിയനിലോ വെരി കോൾഡ് ക്ലൈമറ്റ്, അത്യന്തം തണുപ്പാണ് കാണാൻ പറ്റുക. ഇവിടെയോ ഇനി ഇക്വറ്റോറിയൽ ഇവിടെ അവിടെയുള്ള ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പിഗ്മികളെ നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ച് അവരെന്താ ചെയ്യുന്നത്, വനജീവിതമാണ് കൂടുതലുള്ളത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ട്രൈബ് എന്ന് പറയുന്നത് എസ്കിമോസ് ആണ്. ഇത് മാത്രമല്ല, പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ട്രൈബ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് എസ്കിമോസ് ആണ്. അവർ മഞ്ഞിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ ഇക്വറ്റോറിയൽ ഫോറസ്റ്റിന്റെ കാര്യം പറയുന്നത് അവരെന്തൊക്കെയാണ് അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ എന്ന് ചോദിച്ചാൽ ഹണ്ടിങ്, ഗാദറിങ്, ഫ്രൂട്ട്, ഷിഫ്റ്റിംഗ്, കൾട്ടിവേഷൻ ഒക്കെയാണ് അല്ലെ. വേട്ട, പഴശേഖരണം, പിന്നെന്താ സ്ഥാനമാറ്റ കൃഷി, ഇതൊക്കെ നമുക്ക് അവിടെ എഴുതി വെക്കാം. ഇനി അതേ സമയത്ത് ടൻഡ്ര ആണെങ്കിലോ ഹണ്ടിങ്, ഫിഷിങ്, ആനിമൽ ഹസ്ബൻഡറി ഒക്കെയാണ്. വേട്ട, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം ഒക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്താ, ഹൗസസ് എങ്ങനെയാണ്, ടെമ്പററി ഹൗസ് ആണ്. അവർ പ്രാദേശികമായി കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ഹട്ട്സ് നിർമ്മിക്കുന്നത് അല്ലെ, കുടിലുകൾ നിർമ്മിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് നമ്മൾ ടൻഡ്ര റീജിയനിൽ പോവുകയാണെങ്കിൽ ഇഗ്ലു എന്ന് പറയുന്ന ഒരു സാധനം കാണാൻ പറ്റും. ഐസ് പാളികൾ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു വീട് നമുക്ക് കാണാൻ പറ്റും. അതേ സമയത്ത് വേനൽക്കാല സമയത്ത് ടെന്റുകൾ അവർ നിർമ്മിക്കാറുണ്ട്. ഈ നദിക്കരയിൽ ടെന്റുകൾ നിർമ്മിക്കാറുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കിയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.